ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. തിരുവല്ലോമല പഞ്ചായത്ത് ബഡ്ജറ്റ് വിവാദത്തിൽ BJP ഭരണസമിതിയുടെ പിടിപ്പുകേടെന്ന് കോൺഗ്രസ്. ജനക്ഷേമ പദ്ധതികൾ അവഗണിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിൽ BJP ഭരണസമിതി അവതരിപ്പിച്ച ബഡ്ജറ്റ് അലങ്കോലമായതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ജനക്ഷേമകരമായ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിൽ ഭരണസമിതി പരാജയപ്പെട്ടുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നേരത്തെ ബജറ്റിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി CPM അംഗങ്ങൾ ബഡ്ജറ്റ് അവതരണം ബഹിഷ്കരിക്കുകയും പഞ്ചായത്ത് കവാടത്തിൽ കരട് ബഡ്ജറ്റ് രേഖ കീറിയെറിയുകയും ചെയ്തിരുന്നു. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നിലവിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ M. ഉദയൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ജാഫർ പരുത്തിപ്ര എന്നിവർ പ്രതികരണവുമായി എത്തിയത്. കഴിഞ്ഞ ദിവസം തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്തകളും വിവാദങ്ങളും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്ന് പത്രദൃശ്യ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും ഒക്കെ കാണാനിടയായി. വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ബജറ്റിനെ വളരെ ലാഘവത്തോടുകൂടി സമീപിച്ചു എന്നാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, പുതിയ ഒരു ഭരണസമിതിയുടെ ബജറ്റ് വളരെ ഭാവനാസമ്പൂർണമായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചെടുത്ത് വിവാദങ്ങൾ മാത്രം ബാക്കിയാക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റ് അവതരണമാണ് നടന്നിട്ടുള്ളത്. വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ബജറ്റിനെ സമീപിച്ചു എന്ന് വേണം ഇതിനെ പറയാൻ വേണ്ടി കഴിയുക. സ്വാഭാവികമായി കഴിഞ്ഞ കാലങ്ങളൊക്കെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ വൈസ് പ്രസിഡന്റിന്റെ ബജറ്റ് നോട്ടും അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ ആമുഖവും ഒക്കെയാണ് ആദ്യ സമയത്ത് നിർവഹണ ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്ത് അംഗങ്ങൾക്കും ഒക്കെ കൊടുക്കുക. ഡീറ്റെയിൽഡ് ബഡ്ജറ്റ് പിന്നീട് ഭരണസമിതിയിൽ റിവൈസ്ഡ് ബഡ്ജറ്റായിട്ട് അംഗീകരിക്കും. പ്രതിപക്ഷത്തിന്റെയും അതുപോലെ തന്നെ മറ്റു എതിരഭിപ്രായങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ബഡ്ജറ്റ് റിവൈസ് ചെയ്യുക എന്ന നടപടിക്രമമാണ് സാധാരണഗതിയിൽ പഞ്ചായത്തിൽ നടന്നു വരാറുള്ളത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഒരു ഡീറ്റെയിൽ ബഡ്ജറ്റ് മാത്രം, ആമുഖമില്ലാതെ, വൈസ് പ്രസിഡന്റിന്റെ ബഡ്ജറ്റ് നോട്ടുകളില്ലാതെ, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ആമുഖങ്ങളില്ലാത്ത ഒരു 4 വരി പേപ്പർ മാത്രമാണ് പഞ്ചായത്ത് അംഗങ്ങൾക്ക് രാവിലെ ബജറ്റ് അവതരിപ്പിക്കാൻ നൽകിയത്. പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് പോലും ഇത്തരം ഒരു ഡീറ്റെയിൽ ബഡ്ജറ്റ് നൽകാതെ, അല്ലെങ്കിൽ ആമുഖം നൽകാത്ത ഒരു പേപ്പർ മാത്രമാണ് ഇവർക്കൊക്കെ തന്നെ നൽകുകയും അത് തിരിച്ചു മേടിക്കുകയും ചെയ്തു. പിന്നീടാണ് 2 മണിക്ക് ശേഷമുള്ള പഞ്ചായത്ത് കമ്മിറ്റിയിലാണ് ആമുഖവും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ബജറ്റ് നോട്ടും ഒക്കെ വെച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ബജറ്റ്, അതിൽ തന്നെ റിവൈസ്ഡ് ബജറ്റും അതുപോലെ തന്നെ ജെൻഡർ ബജറ്റുകളും ഒന്നുമില്ല എന്നാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. എന്ന് മാത്രമല്ല, 22 കോടിയുടെ മിച്ച ബജറ്റ്, ഒരിക്കലും ഒരു പഞ്ചായത്തും സാധ്യമാവാത്ത 22 കോടിയുടെ മിച്ച ബജറ്റ്, അതിൽ തന്നെ വൈസ് പ്രസിഡന്റ് ആമുഖത്തിലാണ് ഇതിൽ നിലവിലെ പദ്ധതി ചെലവുകൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ പദ്ധതി ചെലവുകൾ ഉൾപ്പെട്ടാൽ പോലും ഇത്രയധികം മിച്ചം വരുന്നൊരു ബജറ്റ് അവതരിപ്പിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ് എന്നാണ് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. ലാഘവ ബുദ്ധിയോടെ ബജറ്റ് അവതരിപ്പിച്ച ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് വിവാദങ്ങൾക്ക് കാരണമെന്ന് M. ഉദയൻ പറഞ്ഞു. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായി ബജറ്റ് അംഗീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാൻ ഭരണസമിതി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഭരണസമിതി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വലിയ അപാകതകളാണ് സംഭവിച്ചിട്ടുള്ളത്. തിരുവില്ലാമല പഞ്ചായത്തിൽ കുടിവെള്ളത്തിനുമായി വളരെ രൂക്ഷമായി ബുദ്ധിമുട്ടുന്ന പ്രദേശങ്ങളാണ് തിരുവില്ലാമല പഞ്ചായത്ത്. അതിൽ ഒന്നാമതായി പറയാനുള്ളത് 7-ാം വാർഡ്, 8-ാം വാർഡ്, 11-ാം വാർഡ്, 6-ാം വാർഡ്. അതിലേക്ക് വേണ്ടുന്ന ഫണ്ടുകൾ വിനിയോഗിച്ചിട്ടില്ല. പിന്നെ കർഷകർ നേരിടുന്ന വെള്ളപ്രശ്നങ്ങളുണ്ട്. അതിന് ചീരക്കുഴി വെള്ളപദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിനും അവർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അത് ഭരണസമിതി അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ചീരക്കുഴി വെള്ളപദ്ധതി ഉടനെ നടപ്പിലാക്കും എന്നുള്ളതാണ്. അത് ബഡ്ജറ്റിൽ കണ്ടിട്ടില്ല. പിന്നെ ഉന്നതികളായ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുണ്ട്. ആ ഉന്നതികൾക്ക് വേണ്ടുന്ന ഫണ്ടും വെച്ചിട്ടില്ല ബഡ്ജറ്റിൽ. അപ്പോൾ അതിനെതിരെ പ്രതിഷേധമുണ്ട് ഒരു മെമ്പർ എന്നുള്ള നിലക്ക്. എനിക്കിത്രേ പറയാനുള്ളൂ. കുടിവെള്ളക്ഷാമം രൂക്ഷമായ വാർഡുകളിലെ പ്രശ്ന പരിഹാരത്തിനോ ജനങ്ങളുടെ ഉന്നമനത്തിനോ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടില്ലെന്ന് ജാഫർ പരുത്തിപ്രയും കുറ്റപ്പെടുത്തി. ബില്ല് നൽകുമ്പോൾ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറിന്റെ സമയത്ത് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. അന്ന് റിവൈസ്ഡ് ബഡ്ജറ്റും
ഒക്കെ വേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കും എന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം, വിവിധ മേഖലകളിൽ നമുക്ക് നികുതി വരുമാനം MP-യുടെ ഫണ്ട്, MLA-യുടെ ഫണ്ട്, CSR ഫണ്ട് ഒക്കെ ലഭിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ CSR ഫണ്ട് ലഭിച്ചു. ഈ വർഷം ഒരുപക്ഷെ ബഡ്ജറ്റിലേക്ക് വാഹനം ലഭിക്കാവുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കത്തുകൾ കൊടുത്തതും അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള അപേക്ഷകളും ഒക്കെ ഒരുപക്ഷെ ലഭിച്ചാൽ CSR ഫണ്ടുകൾ വരുമ്പോൾ അത് വാങ്ങിക്കാൻ ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഇല്ലെങ്കിൽ അത് തീർച്ചയായും വലിയ അപാകതകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഗൗരവബുദ്ധിയോടുകൂടി കാണുകയും ബഡ്ജറ്റിന് ആവശ്യമായ, ഇന്നലെ ബഡ്ജറ്റ് അംഗീകരിച്ചു എന്ന് പറയുന്നു, ഇന്നലത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രതിപക്ഷത്തെ മുഴുവൻ കക്ഷികളും ഇല്ലാതെ ബഡ്ജറ്റ് അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടാക്കും. പക്ഷെ അതിനെ ലാഘവയോടുകൂടി കാണാതെ കുറെ കൂടി ഉത്തരവാദിത്തത്തോടുകൂടി കണ്ടുകൊണ്ട് തിരുവിതാംകൂറിന്റെ മുഴുവൻ വികസനവും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാക്കി മാറ്റണം എന്നാണ് ഈ വിവാദത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പെൻഡിച്ചറിന്റെ കാര്യത്തിൽ പ്രതീക്ഷിത ഒരുപക്ഷെ പദ്ധതി അംഗീകരിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. എങ്കിലും വികസന സെമിനാർ കഴിഞ്ഞിട്ടുള്ളതാണ്. എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ആ പദ്ധതികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റു മേഖലകൾ, ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ചെലവുകൾ പ്രതീക്ഷിക്കുന്നത്, ആ മേഖലകളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ ബഡ്ജറ്റ് ഉടനെ തന്നെ അംഗീകരിക്കുകയും അതിനാവശ്യമായ നടപടികൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരികയാണ്, പെരുമാറ്റച്ചട്ടം വരികയാണ്, പലതും നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പൊ ഇത്തരം നടപടികൾ കൂടി ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. എന്നും വിവാദവുമായി മുന്നോട്ട് പോയാൽ ഭരണസമിതി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം വരും എന്ന് കൂടി ഭരണസമിതിയെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. CCV ന്യൂസ്, തിരുവല്ലോമല.